ഓം ഹീങ്കാര്यै നമഃ എന്നുള്ള ലളിതാ സഹസ്രനാമത്തിൻ്റെ മന്ത്രത്തിൻ്റെ വ്യാഖ്യാനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ വിശദീകരിക്കുന്ന ലളിതാ ത്രിശതിയിലുള്ള മന്ത്രങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ലളിതാ ത്രിശതിയിലുള്ള അടുത്ത മന്ത്രം ഹ്രീങ്കാര കന്താങ്കുരിക എന്നുള്ളതാണ്. ഹീങ്കാര കന്ദത്തിൻ്റെ അങ്കുരികയാണ് ദേവി. സാധാരണ ഭൂമിയിൽ നിന്നൊരു ചെടി ഉണ്ടാകുന്നു. ആ ചെടി ആദ്യം ഒരു കിഴങ്ങായിട്ടും അതിൻ്റെ മുകളിൽ 2 ഇലകൾ പോലെ അങ്കുരം ഉണ്ടാകുന്നു. അതിൽ നിന്നാണ് പിന്നെ ഒരു ചെറിയ ചെടിയാവുന്നത്. ആ ചെടി വലുതായി വൃക്ഷമാകുന്നത്, ശാഖകളാവുന്നത്, ഫലങ്ങളും ഒരു എല്ലാവർക്കും ആശ്രയമായ ഒരു വൻ വൃക്ഷമായിട്ട് അത് മാറുന്നത്. അതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ ബീജമാണ്, അങ്കുരമാണ് ദേവി. നമുക്ക് ഈ പ്രപഞ്ചം കാണുമ്പോൾ നാനാത്വമായിട്ടാണ് കാണുന്നത്. തടി വേറെ, വേര് വേറെ, ശാഖകൾ വേറെ, അതിൻ്റെ പഴങ്ങൾ വേറെ, നമ്മൾ വേറെ വേറെയായിട്ട് പറയുന്നു. പക്ഷേ ഇതിൻ്റെ ഒക്കെ ഒരു കാരണഭൂതമായിട്ടുള്ളത് അങ്കുരമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ കാരണഭൂതയായിട്ടുള്ളത് ദേവിയാണ് എന്നാണ് ഈ മന്ത്രം സൂചിപ്പിക്കുന്നത്. അടുത്ത മന്ത്രം ഹ്രീങ്കാര ദീർഘിക ഹംസി ഹീംകാര ഉദ്യാന കേകിനി എന്നൊക്കെയാണ്. ഇതും നമ്മൾ എന്നും കാണാവുന്ന ഒരു കാഴ്ചയാണ്. ഒരു തടാകം, അതിൽ ഹംസങ്ങൾ നീന്തി കളിക്കുന്നു. ചില സമയത്ത് ഒറ്റയ്ക്ക് ഒരു ഹംസം മാത്രമായിട്ട് നമ്മൾ കാണാം. ആ പക്ഷി മാത്രമായിട്ട് കാണാം. ഹ്രീംകാരമാകുന്ന തടാകത്തിൽ ഹംസികയാണ്, ഹംസപക്ഷിയാണ് ദേവി എന്നാണ് ആ മന്ത്രത്തിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. ഹ്രീംകാരമാകുന്ന ഉദ്യാനത്തിൽ കേക്കിനിയാണ്, മയിലാണ് ദേവി. ഹ്രീംകാരമാകുന്ന ആ നന്ദവനത്തിൻ്റെ മയിലാണ് ദേവി എന്നാണ് അടുത്ത മന്ത്രത്തിൻ്റെ അർത്ഥം. സാധാരണ ലൗകിക വ്യവഹാരങ്ങളിൽപ്പെട്ട് ക്ഷീണിച്ച് വലയുന്ന ആളുകൾ മഹാപുരുഷന്മാരെ സന്ദർശിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആനന്ദത്തെയാണ് ഇത് കാണിക്കുന്നത്. അതിനു മുമ്പൊന്നും അവർ അങ്ങനത്തെ കാഴ്ച കണ്ടിട്ടില്ല. അവർക്ക് അത് മഹാത്മാക്കളെ, അമ്മയെപ്പോലുള്ള മഹാത്മാക്കളെ കാണുമ്പോൾ അവാച്യമായ ഒരു സന്തോഷം ഉണ്ടാകുന്നു. വഴിയിൽ കാഴ്ചകളൊന്നുമില്ലാതെ കുറേ നേരം നടന്നു, വെയിൽ കൊണ്ടു, ദാഹിച്ചു, തളർന്നു, വിശന്നു. അങ്ങനെയുള്ളവർക്ക് ശുദ്ധജല തടാകം കണ്ടു, അതിൽ വെള്ളം കുടിച്ചു, അതിൽ ഹംസങ്ങൾ നീന്തി കളിക്കുന്നത് കണ്ടു എന്നൊക്കെ വരുമ്പോൾ വലിയ സന്തോഷമുണ്ടാവും. അവരുടെ ദാഹവും ക്ഷീണവും ഒക്കെ മാറും. ഈ ശുദ്ധജല തടാകത്തിൽ മാത്രമേ ഹംസങ്ങൾ ജീവിക്കാറുള്ളൂ. ഹംസത്തിന് വേറൊരു കഴിവുണ്ട്. എന്താ വെച്ചാൽ പാലും വെള്ളവും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പാല് മാത്രം സ്വീകരിക്കും, വെള്ളത്തെ അത് കളയും. ജീവിതത്തിൽ നന്മയും തിന്മയും ഉണ്ട്. അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ നമ്മൾ നന്മയുടെ ഭാഗത്തേക്ക് പോകാറില്ല. അതേസമയം ഈ സുരാപാനം മുതലായ വേണ്ടാത്ത സ്വഭാവങ്ങൾക്ക് നമ്മളെ അടിമയായിത്തീരുന്നു. വിവേകം നമുക്ക് നഷ്ടപ്പെടുന്നു. വിവേകത്തിൻ്റെ സൂചനയാണ് ഹംസങ്ങൾ. നല്ലതിനെ സ്വീകരിക്കുക, അല്ലാത്തതിനെ ത്യജിക്കുക എന്നുള്ളതാണ് നല്ല സാധകർ ചെയ്യേണ്ടത്. അതിനെ ഹംസം നമ്മളെ പഠിപ്പിക്കുന്നു. എങ്ങനെയാണോ വെയിലത്ത് വലഞ്ഞ് ക്ഷീണിച്ച ഒരാൾക്ക് ഒരു തണൽ വൃക്ഷം സന്തോഷത്തെ നൽകുന്നത്, മഹാപുരുഷൻ്റെ ദർശനം സന്തോഷത്തെ നൽകുന്നത്, അതുപോലെ ജീവിത ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് പരാശക്തിയെ ആശ്രയിക്കുന്നത് ആനന്ദപ്രദാനം ചെയ്യുന്നു എന്നുള്ളതിനെ ഇത് സൂചിപ്പിക്കുന്നു. അതുപോലെ നമ്മളെപ്പോഴെങ്കിലും മനസ്സ് വിഷമിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു വിശ്രമം നമ്മൾ അന്വേഷിക്കുമ്പോഴോ നമ്മൾ ഉദ്യാനങ്ങളിലേക്ക് പോകാറുണ്ട്. ഉദ്യാനങ്ങളിലെ പലതരം വൻ വൃക്ഷങ്ങൾ കാണാം, പല രീതിയിലുള്ള വള്ളികൾ കാണാം, പുഷ്പിച്ച് നിൽക്കുന്ന ചെടികൾ കാണാം, പുല്ലുകൊണ്ട് നിറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ കാണാം. അതിലൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ അവിടെ ഒരു ഉദ്യാനത്തിന് ഏറ്റവും ഭംഗി കൂട്ടുന്നത് അവിടെ മയിലാണ്. മയിൽ അവിടുത്തെ മരങ്ങളിൽ സഞ്ചരിക്കുന്നു, അതുപോലെ എല്ലായിടത്തും സഞ്ചരിക്കുന്നു. അതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ, നാനാത്വമായ നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം മുഴുവൻ പരാശക്തിയുടെ വൈഭവമാണ്. പരാശക്തി ഇതിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. ഒരു മയിൽ എങ്ങനെയാണോ
ഒരു ഉദ്യാനത്തിൽ സർവത്ര സഞ്ചരിക്കുന്നത് പോലെ, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് പോലെ, എല്ലാത്തിനും ഐശ്വര്യം കൂട്ടുന്നത് പോലെ ഈ മയിലിന് തുല്യമാണ് ദേവി. എല്ലാത്തിൻ്റെയും ആത്മാവ്, പ്രപഞ്ചത്തിൻ്റെ ആത്മാവ് ദേവിയാണ്. പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യം ദേവിയാണ്. പ്രപഞ്ചത്തിൻ്റെ ആധാര ശക്തി ദേവിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരാശക്തിയെ നമ്മൾ ഓരോന്നിനും വേണ്ടി നമ്മൾ സന്തോഷിക്കുമ്പോഴും ദുഃഖിക്കുമ്പോഴും അല്ലാത്ത സമയത്തും ഒക്കെ സർവദാ സർവശക്തി കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ് എന്ന് ഹ്രീംകാര ദീർഘിക ഹംസി ഹ്രീംകാര ഉദ്യാനകേകിനി എന്നുള്ള മന്ത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ലളിതാത്രിശതയുടെ അടുത്ത 2 മന്ത്രങ്ങൾ ഹ്രീംകാര ആരണ്യഹരണി, ഹ്രീംകാര ആവാലവല്ലരി എന്നുള്ളവയാണ്. ഹ്രീംകാരമാകുന്ന ആരണ്യത്തിൻ്റെ ഹരിണിയാണ് ദേവി. ഹ്രീംകാരമാകുന്ന കാട്ടിൽ മാൻപേടയാണ് ദേവി. ഹ്രീംകാരമാകുന്ന പൂന്തോട്ടത്തിൽ വല്ലരിയാണ്, ഒരു കൊടിയാണ് ദേവി എന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. നമ്മൾ ഒരു കാടെന്ന് പറയുന്നത് ഒരു ഒറ്റ വൃക്ഷമല്ല, അനേകായിരം വൃക്ഷങ്ങളും വള്ളികളും അതുപോലെ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ചേർന്നതാണ്. സാധാരണ ഇതിൽ പ്രവേശിക്കാൻ പേടിക്കും. പിന്നെ അതിൻ്റെ വശ്യതയും മനോഹാരിതയും കണ്ടിട്ട് ജനങ്ങൾ അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നു. അകത്ത് കയറുമ്പോൾ കുഴപ്പമില്ല, കുറേ കഴിയുമ്പോഴാണ് നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മുടെ ചുറ്റിലും ആന, സിംഹം മുതലായ മൃഗങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പേടിയുണ്ടാകുന്നത്. അതുപോലെ ഈ സംസാരമാകുന്ന ഈ മായാപ്രപഞ്ചത്തിൽ നമ്മൾ ആദ്യം പ്രവേശിക്കാൻ മടിക്കുന്നു, പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെന്ന് പെടുന്നു. പിന്നെ എല്ലാവിധമായിട്ടുള്ള കുടുംബം, രോഗം, പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ, ദുഃഖം, സന്തോഷം ഒക്കെ നമുക്കുണ്ടാകുന്നു. ആ സമയത്ത് അതിൽ നിന്ന് നമുക്ക് പുറത്ത് വരുവാൻ നമുക്ക് കഴിയുന്നില്ല. ഒരു വനത്തിൽപ്പെട്ട ഒരാളെ പോലെ നമ്മൾ ആകുന്നു. അതേസമയം നമ്മൾ വനത്തിലുള്ളവരാണെങ്കിൽ അവിടെ ഒരു മാൻപേടയെ കണ്ടു, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സ് പെട്ടെന്ന് സന്തോഷിക്കും. കാരണം അത് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു, അതിൻ്റെ നിഷ്കളങ്കമായ നോട്ടവും മുഖവും സൗന്ദര്യവും ഒക്കെ കണ്ട് നമ്മൾ ആസ്വദിക്കുന്നു. അത് ഉള്ളത് കൊണ്ട് നമ്മൾ ആ ഭാഗത്ത് മറ്റുള്ള ഹിംസ്ര ജന്തുക്കളൊന്നും ഇല്ല എന്ന്, നമ്മൾ പുലി പോലത്തെ സാധനങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ അതിനെ ഊഹിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു വനത്തിൽ എങ്ങനെയാണ് ഒരു മാൻപേട ഉള്ളത്, അതുപോലെയാണ് ഹ്രീംകാരമാകുന്ന ഈ സംസാരത്തിൽ ഹരിണിയാണ്, മാൻപേടയാണ് ദേവി. ഈ പ്രാപഞ്ചിക ലോകത്തിൽ, ഈ പ്രാപഞ്ചിക വിഷയങ്ങളിൽപ്പെട്ടവർ ദേവിയെ ആശ്രയിക്കണം എന്നാണ് ഈ മന്ത്രത്തിൻ്റെ സൂചന. ഇനിയും ദേവിയുടെ മഹാത്മ്യം, ദേവിയുടെ വൈഭവം നമുക്ക് പിന്നെയുള്ള ഭാഗങ്ങളിൽ കേൾക്കാം.